നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അതിർത്തി അശാന്തം. ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരരുടെ അതിക്രമം. ഷോപ്പിയാൻ ജില്ലയിൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. തലയിലും അടിവയറ്റിലും വെടിയേറ്റ നിലയിൽ ലഫ്റ്റനന്റ് ഉമർ ഫയാസിനെ കണ്ടെത്തിയത് സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ. സൈനിക ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ തീവ്രവാദികളുടെ നടപടി ഭീരുത്വമെന്ന് പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഭീകരതയ്ക്കെതിരെ പോരാടാൻ കാശ്മീരിലെ യുവാക്കൾക്ക് പ്രചോദനവും ഊർജവുമാണ് ഫയാസ് എന്നും പ്രതികരണം. സംഭവത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരസേനാ മേധാവി. മറനീങ്ങിയ ഭിന്നത. കോട്ടയത്തെ CPM ബന്ധത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ജില്ലാ പഞ്ചായത്തിലെ CPM കൂട്ടുകെട്ട് സംബന്ധിച്ച് വിശദമായ ചർച്ച വേണമെന്ന് CF തോമസ് MLA. വരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിലപാടറിയിക്കുമെന്നും വിശദീകരണം. അതേസമയം മാണി വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമെന്ന് മുസ്ലിം ലീഗ്. കോൺഗ്രസ് വികാരത്തെ മാനിക്കുന്നു. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് UDF നിലപാടെന്നും PK കുഞ്ഞാലിക്കുട്ടി. മാണി കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. തൽക്കാലം മാണി മറ്റൊരു മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുകയാണ്. ഭാവിയിൽ എന്ത് കൂട്ടുകെട്ടുണ്ടാകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല. DGPക്കെതിരെ പരാതി. TP സെൻകുമാർ സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് പൊട്ടിത്തെറി. അതീവ രഹസ്യ വിഭാഗമായ T ബ്രാഞ്ച് മേധാവിയെ മാറ്റിയ DGPയുടെ നടപടി ചോദ്യം ചെയ്ത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഉദ്യോഗസ്ഥയുടെ പരാതി. സ്ഥാനമാറ്റം മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ആരോപണം. പോലീസ് മേധാവി ആയിരിക്കെ ലോക്നാഥ് ബെഹ്റ പുറത്തിറക്കിയ ഉത്തരവുകൾ സെൻകുമാർ റദ്ദാക്കിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേക കമ്പനിയുടെ പെയിന്റ് അടിക്കണമെന്ന ബെഹ്റയുടെ അസാധാരണ ഉത്തരവിൽ അന്വേഷണത്തിനും തീരുമാനം. കണക്കില്ലാത്ത കയ്യേറ്റം. സംസ്ഥാനത്തെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകളുമായി റവന്യൂ മന്ത്രി നിയമസഭയിൽ. കയ്യേറ്റത്തിൽ മുന്നിൽ ഇടുക്കി ജില്ലയെന്ന് E ചന്ദ്രശേഖരൻ. 377 ഹെക്ടർ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ. സ്പിരിറ്റ് ഇൻ ജീസസ് മേധാവിയുടെ വെള്ളിക്കുന്നേൽ കുടുംബവും സിറിൽ P ജേക്കബും കയ്യേറ്റക്കാരിൽ മുന്നിലെന്നും മന്ത്രി. റവന്യൂ മന്ത്രിയുടെ വിശദീകരണം PC ജോർജ് MLAയുടെ ചോദ്യത്തിന് മറുപടിയായി. വയനാട്ടിൽ 81 ഏക്കറും തിരുവനന്തപുരത്ത് 71 ഏക്കറും കയ്യേറി. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കിയിലെ KDH വില്ലേജിലെന്നും E ചന്ദ്രശേഖരൻ. വരവറിയിച്ച് കൊച്ചി മെട്രോ. യാത്രാനുമതി ലഭിച്ചതിന് പിന്നാലെ കൊച്ചി മെട്രോയിൽ ഒന്നിലധികം ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടത്തിന് തുടക്കം. ട്രയൽ റൺ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്ററിൽ. ദിശാബോർഡുകളുടെയും CCTV ക്യാമറകളുടെയും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായി അധികൃതർ. കൊച്ചി മെട്രോയിൽ ആദ്യം മിനിമം യാത്രാക്കൂലി 10 രൂപ. ആലുവ പാലാരിവട്ടം റൂട്ടിൽ മെട്രോയ്ക്കുള്ളത് 11 സ്റ്റേഷനുകൾ. രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന സർവീസ് അവസാനിക്കുന്നത് രാത്രി 10-ന്. 136 പേർക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന മെട്രോയുടെ പരമാവധി വേഗം 35 കിലോമീറ്റർ. മെട്രോ ഓടിത്തുടങ്ങുന്നതോടെ വാഹന തിരക്ക് വലിയ തോതിൽ കുറയുമെന്ന പ്രതീക്ഷ. മെട്രോ സർവീസിനുള്ള അന്തിമ അനുമതിക്കൊപ്പം ഗുണനിലവാര സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചതോടെ യാത്രാ സർവീസുകൾ ഉടൻ ആരംഭിക്കാനാകുമെന്ന് KMR. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.